ഹായ് എവരി വൺ. കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇത്ര ലേറ്റ് ആയത് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ഒത്തിരി പേര് മെസ്സേജ് ഇട്ടായിരുന്നു, കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ഡിസൈൻ. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതിൽ ലേസി ഡേസി ഫ്ലവേഴ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം ലേസി ഡേസി ഫ്ലവർ മാറ്റിയിട്ട് അതിന് പകരം ബ്രസീലിയൻ സ്റ്റിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാം. ബ്രസീലിയൻ ഫ്ലവർ ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ഇതിൽ ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ലീവ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വീഡിയോസ് കണ്ടു നോക്കാം. ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ലീവ്സ് ചെയ്യാനായിട്ടാണ്. ലീവ്സ് പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണിത് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊന്ന് ഫാസ്റ്റ് ഫോർവേഡായിട്ടാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ഇതിൽ ലീവ്സ് ചെയ്യാനായിട്ട് ഞാൻ ഫ്ലൈ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്ത് നമ്മൾ ലീവ്സ് ചെയ്യുന്ന സമയത്ത് ഒരു 6 to 7 സ്റ്റിച്ച് കൊണ്ട് നമുക്കൊരു ലീഫ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡിസൈൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ലീവ്സും വരയ്ക്കണം എന്നില്ല. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തെല്ലാം നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ലീവ്സ് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു ലൈൻ പോലെ കൊടുക്കുക, ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ളൊരു ലൈൻ പോലെ കൊടുക്കുക. എന്നിട്ട് അതിന് ചുറ്റുമാണ് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് കൊടുത്തിട്ട് ലീവ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് എത്ര ലീവ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. കുറച്ച് ലീവ്സ് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ലീവ്സ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ ഡിസൈൻ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി കൂടുതൽ ലീവ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷെയ്ഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്റ്റെം ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കെപ്പോഴും ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റെം സ്റ്റിച്ച് ഇടുവാണെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് തോന്നും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സ്റ്റിച്ച് അല്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. എല്ലാം നമ്മുടെ ഒരു എന്താ പറയുക, ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ ചേഞ്ചസും വരുത്താം. ഇതിപ്പോൾ എനിക്ക് ഈ സാരിയിൽ ഇതുപോലെ ചെയ്താലായിരിക്കും ഭംഗിയെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ വീഡിയോ കാണുമ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നൊരു ഡൗട്ടുണ്ട്, എത്ര സ്ട്രാൻഡ്സ് ത്രെഡാണ് എടുക്കുന്നതെന്ന്. ഞാൻ ഈ വർക്ക് ചെയ്യാനായിട്ട്, ഈ സാരിയിലെ വർക്ക് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് 6 സ്ട്രാൻഡ്സ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 സ്ട്രാൻഡ്സ് എടുക്കുമ്പോൾ അത്യാവശ്യം ഒരു തിക്നെസ് കിട്ടും. കുറച്ച് പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 6 സ്ട്രാൻഡ്സ് എടുത്തത് കേട്ടോ. അതായത് ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഫ്ലവേഴ്സ് ബ്രസീലിയൻ ഫ്ലവേഴ്സാണ്. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും, ബ്രസീലിയൻ ഫ്ലവേഴ്സ് അത്യാവശ്യം പ്രൊജക്റ്റായിട്ട് നിൽക്കുന്നൊരു ഫ്ലവറാണ്. അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു 3D എഫക്റ്റ് ഫീൽ ചെയ്യും. അതേപോലെയുള്ള ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുന്ന ലീവ്സും കുറച്ച് തിക്കായിട്ടിരിക്കണം. അതുകൊണ്ടാണ് 6 സ്ട്രാൻഡ്സ് ത്രെഡ് എടുക്കുന്നത്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് ലീവ്സും കൂടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് സ്റ്റെം ചെയ്ത് അതിന് കണ്ടിന്യൂഷനായിട്ടൊരു ലീഫും കൂടി ചെയ്ത് കാണിച്ചത്. ഈ ഡിസൈനിൽ ഞാൻ ഇടയ്ക്ക് ചെറിയ ബഡ്സ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചിൽ ഞാനൊരു 3 ടൈംസാണ് ടേൺ ചെയ്തെടുത്തത്. അത്യാവശ്യം ഒരു പ്രൊജക്ഷൻ 3 ടൈംസ് ടേൺ ചെയ്താൽ കിട്ടും. അപ്പോൾ അതുപോലെ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ചെറിയൊരു ബഡ്സും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൽ ലീവ്സ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ചേഞ്ചസ് വരുത്തണം എന്ന് തോന്നി. അങ്ങനെ ഈ ഒരു പാർട്ടിലേക്ക് ചെറിയ ബഡ്സ് ആഡ് ചെയ്ത് കൊടുത്തു. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മളെപ്പോഴും ചെയ്യുമ്പോഴേക്കും നമ്മുടെ കുറച്ച് ക്രിയേറ്റിവിറ്റി കൂടി യൂസ് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, നമ്മുടെ നേച്ചറിൽ കാണുന്ന കുറച്ച് ഫ്ലവേഴ്സ്, ലീവ്സ്, ബഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുന്ന വിധത്തിൽ, അതായത് പരമാവധി ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ കളർ കോമ്പിനേഷൻസ് കിട്ടും, ഇതേപോലെ കുറേ ഐഡിയാസ് കിട്ടും. ഇതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ടിപ്സും പിന്നെ എനിക്കറിയാവുന്ന ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടി പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫ്ലവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതും ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. വീഡിയോ ശരിക്ക് കാണുക, എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ ഞാൻ ഈ ഫ്ലവർ ചെയ്യാനായിട്ട് 2 നീഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള നീഡിലാണ് എടുത്തിരിക്കുന്നത്. ഫ്ലവർ പെറ്റലിന് വീതി കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വലിയ നീഡിൽ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മിഡിലിൽ ചെയ്യുന്ന പെറ്റൽസിന് ഒരു 7 ടൈംസാണ് ടേൺ ചെയ്തെടുക്കാറുള്ളത്. 7 ടൈംസ് ടേൺ ചെയ്തെടുക്കുന്ന 2 പെറ്റൽ ചെയ്തതിന് ശേഷമാണ് അതിന് ചുറ്റിലും ഒരു 3 പെറ്റൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ നെക്സ്റ്റ് വരുന്ന പെറ്റലിൽ ഞാനൊരു 3 ടൈംസ് കൂടി ടേൺ ചെയ്തെടുക്കും. അതായത് 7, 10, 12 or 13 അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിലും വരുന്നതിൽ കൂടുതൽ നമ്പേഴ്സ് ഈ ടേണിങ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ പെറ്റലിൻ്റെ വലിപ്പം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും.
അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം വീഡിയോ ഒന്ന് കാണാൻ എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ കണ്ട് നോക്കുക കേട്ടോ. ഏത് പോർഷനിലാണ് ഡൗട്ട് വരുന്നതെന്ന് വെച്ചാൽ ആ ഭാഗം മാത്രം ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കണ്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. അതേപോലെ നമുക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ഒന്ന് വിരലുകൊണ്ട് പ്രൊജക്ഷൻ കിട്ടുന്ന വിധത്തിൽ പൊക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ മൾട്ടി കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് നൂല് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കളേഴ്സ് ഇങ്ങനെ മാറി മാറി വരും. അതേസമയം നമ്മൾ ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈറ്റ് ഷെയ്ഡ്, അതിൻ്റെ മേളിൽ ഡാർക്ക്, പിന്നെ നമ്മൾ പുറത്ത് വരുന്ന ഭാഗത്ത് കൂടുതൽ ഡാർക്ക് യൂസ് ചെയ്യാം. ഇതേ സെയിം ഐഡിയയിൽ നമുക്ക് ഉള്ളിൽ ഡാർക്ക് പുറത്തേക്ക് ലൈറ്റായി വരുന്ന രീതിയിലും ചെയ്യാം കേട്ടോ. ഇതെല്ലാം നമ്മുടെ ക്രിയേറ്റിവിറ്റി, പിന്നെ നമ്മുടെ കളർ കോമ്പിനേഷൻ, ഡ്രസ്സിൻ്റെ കളർ, അതെല്ലാം നോക്കിയിട്ട് വ്യത്യാസം വരുത്താം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളൊരു ഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടേതായ ഒരു ഐഡിയയും കൂടി നമുക്ക് യൂസ് ചെയ്യാം. ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആണെന്ന് തോന്നുന്നു തൊണ്ട ചെറുതായിട്ടൊന്നിങ്ങനെ ബ്രേക്ക് ആവുന്ന പോലെ വരുന്നുണ്ട്. കുറച്ച് ശബ്ദവും ഇടറിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. കണ്ടത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ പെറ്റൽസ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുമ്പോഴേക്കും നമ്മൾ ഈ ടേൺ ചെയ്തെടുക്കുന്നതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെറ്റലിനും അതനുസരിച്ചുള്ള ഒരു വലിപ്പം കിട്ടും. ഇതുപോലെ നമുക്ക് ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാം. ഒരു റോസ് ഫ്ലവറിൻ്റെ പെറ്റൽസ് എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതനുസരിച്ച് നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും ഫ്ലവർ പെറ്റൽസ് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്ലവേഴ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു പെറ്റൽ കൂടി ചെയ്തിട്ട് ഞാൻ ഈ ഫ്ലവർ ഇവിടെ നിർത്തുവാണ്. അപ്പം നിങ്ങൾക്ക് ഫ്ലവറിന് വലിപ്പം കൂട്ടണം എന്നുണ്ടെങ്കിൽ പെറ്റൽസിൻ്റെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. അതേപോലെ തന്നെ പെറ്റൽസ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ ഈ ടേൺ ചെയ്ത് ത്രെഡ് ഇടുന്നതിൻ്റെ നമ്പർ കൂട്ടിയാലും വലിയ പെറ്റൽസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്ത് നോക്കുക. ഈ സാരി ഞാൻ ചെയ്തത് നമ്മുടെ ഒരു കസ്റ്റമറുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളെ വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഫിനിഷ് ആയിട്ടുള്ള ഡിസൈൻ വരുന്നത്. അതുപോലെ തന്നെ സാരി കിട്ടിയ സമയത്ത് തന്നെ സാരി ഉടുത്തിട്ടൊരു ഫോട്ടോ കൂടി എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ കൂടി ഞാൻ നിങ്ങളെ വന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കുവാണ്. പറ്റിയാൽ ഈ ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും ദിവസം കാണാത്ത പരിഭവം എല്ലാം മാറിയെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉടനെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. ഇത്രയും ഗ്യാപ്പൊന്നും ഒരിക്കലും ഇടില്ല എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുവാണ്. Thank you for watching. We'll meet soon.